കൂട്ടുകാരൻ നമസ്കാരം, രാജാണ്. അങ്ങനെ നമ്മൾ ഒത്തിരി നാളായിട്ട് മഞ്ഞിൽ നിന്ന് നമ്മൾ ഏകദേശം എസ്കേപ്പായിട്ട് നടക്കിയിരുന്നു കേട്ടോ. അങ്ങനത്തെ അവസാനം നമ്മളും വന്ന് മഞ്ഞിൽ പെട്ടിട്ടുണ്ട്. നിലവിൽ നമ്മൾ ജർമ്മനിയിലാണുള്ളത്. ഈ ജർമ്മനിയിൽ ഈ ഭാഗത്ത് ഭയങ്കരമായിട്ട് മഞ്ഞ് വീണ് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ടൈം തീരാറായി. പക്ഷേ വണ്ടി പാർക്ക് ചെയ്യാൻ നോക്കിയിട്ട് നമുക്ക് ഒരു പാർക്കിങ്ങിലും കയറാൻ പറ്റുന്നില്ല. എല്ലാ പാർക്കിങ്ങിനും നമ്മൾ കയറുന്ന ഭാഗത്ത് തന്നെ ഈ മഞ്ഞ് വീണിട്ട് വണ്ടികൾ അകത്തായിട്ട് കയറാൻ നോക്കുന്ന വണ്ടികളെല്ലാം സ്ലിപ്പായി മൊത്തത്തിൽ ബ്ലോക്കായി കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സമയം ഏകദേശം തീരാറായപ്പോഴേക്കും ഒരു പാർക്കിങ്ങിലോട്ട് വന്ന് കയറി. പക്ഷെ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ലോക്കായിപ്പോയി. എന്നുവെച്ചാൽ മുന്നിൽ ഏതോ ഒരു വണ്ടി ഇതുപോലെ പെട്ടിട്ട് അത് കാരണം അതിൻ്റെ ബാക്കിലേക്കുള്ള എല്ലാ വണ്ടി ഇതുപോലെ ലോക്കായി കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേ നമ്മുടെ മുന്നിൽ കിടന്നു വെച്ച വണ്ടിക്ക് ഐസിൽ സ്ലിപ്പായിട്ട് അതിന് സൈഡിലേക്ക് ഒതുക്കാൻ പറ്റുന്നില്ല. ഒതുക്കാൻ പറ്റാതെ പുള്ളിക്ക് ഫ്രണ്ടിലേക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ബാക്കിലേക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പുള്ളി ലോക്കായി അവിടെ കിടക്കുകയാണ്. അതങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ബാക്കിൽ വന്ന വണ്ടിക്ക് അങ്ങോട്ട് പാസ് ചെയ്ത് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഒത്തിരി നേരം അവിടെ കിടന്ന് മരിച്ചു നോക്കിയിട്ടും ഒരു നടപടി ആയില്ല. അവസാനം തൊട്ടടുത്തുള്ള ഒരു വണ്ടിക്കാരൻ ചെയിൻ കൊണ്ടുവന്നിട്ട് ആ ചെയിൻ ഇട്ടതിന് ശേഷമാണ് വണ്ടി അവിടെ നിന്ന് മാറ്റാൻ പറ്റിയത്. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടേ അവിടെ നിന്ന് നേരെ മുന്നിലേക്ക് വണ്ടി എടുത്തിട്ട് കുറച്ച് ഫ്രണ്ടിലായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്ക് അവിടെ നിന്ന് റൈറ്റ് സൈഡിൽ ഒരു പാർക്കിംഗ് സ്ലോട്ട് പോലെ കണ്ടു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് എടുക്കാൻ വേണ്ടി നേരെ റൈറ്റ് എടുത്തിട്ട് അങ്ങോട്ട് എടുത്തതാണ്. വണ്ടി അവിടെ അങ്ങോട്ട് ചരിഞ്ഞങ്ങോട്ട് നിന്നിട്ട് പിന്നെ ഒരു രക്ഷയില്ല. ഒത്തിരി അവിടെ കിടന്ന് കളിച്ചിട്ടും വണ്ടി അവിടെ നിന്ന് മൂവ് ആകുന്നില്ല. ആ സമയത്ത് എൻ്റെ ബാക്കിലൊക്കെ ഒരു 2-3 വണ്ടി വന്നിട്ട് എൻ്റെ ബാക്കിൽ അവരും ഇതുപോലെ തന്നെ ലോക്കായി പോയി കേട്ടോ. പിന്നെ നമ്മുടെ ടാക്കോ ടൈമും ഏകദേശം ആ സമയത്ത് തീരാറായിരുന്നു. അങ്ങനെ അവരോട് ചെന്ന് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരും പറയണത് അവരുടെ ടാക്കോ ടൈമും ഏകദേശം കഴിയാറായി. അതുകൊണ്ട് ഇന്നിനി മൂവ് ചെയ്യാൻ വേണ്ടി നോക്കണ്ട, മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ടാക്കോ വയലേഷൻ ആവും. അതുകൊണ്ട് ഇവിടെ കിടന്ന് തന്നെ നമ്മൾ റെസ്റ്റ് എടുക്കുക, എന്നിട്ട് രാവിലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നാണ് അവരും പറഞ്ഞത്. അതുകൊണ്ട് വേറെ ഒന്നും നോക്കിയില്ല, അവിടെ ഇട്ട് തന്നെ 9 മണിക്കൂർ റെസ്റ്റ് എടുത്തതിന് ശേഷം രാവിലെ ഒത്തിരി അതിനെ കിടന്ന് പണിപ്പെട്ട് അതിന് ശേഷമാണ് വണ്ടി അവിടെ നിന്ന് മൂവായി കിട്ടിയത്. പിന്നെ ഇതൊക്കെ വിൻ്റർ സമയത്ത് ഇവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ. അത് നമുക്കിത് ആദ്യത്തെ ഒരു അനുഭവമായതുകൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാരോടും സ്നേഹം മാത്രം.